ദൈവമേ, പ്ലാസ്റ്റിക് ഞാൻ ഇവിടെ വന്നപ്പോൾ കൊണ്ടാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അവിടെ പ്ലാസ്റ്റിക് ആരണ്ടൊക്കെ പെറുക്കിക്കൊണ്ട് പോയി. ആ ചേട്ടാ, ആ പ്ലാസ്റ്റിക് ഒന്നും കളയല്ല ചേട്ടാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ ശരിയാക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഞാൻ ആക്രി വെളുക്കാൻ നടക്കുന്നത് ഒരിക്കലും അല്ല. ഇതുകൊണ്ട് കുറെ എഫക്റ്റുകൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അത് കളയരുത്. ആ സാധനം ഞാൻ തരാവോ? ചേട്ടനോട് നിന്നോ, ഞാൻ ഇപ്പൊ സാധനം കാണിച്ചു തരാം. ഇത് നമ്മള് വീടുകളിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് പൊതിയാൻ ഉപയോഗിക്കുന്ന കടലാസുകളാണ്. നമ്മൾ ഗിഫ്റ്റ് പൊതിയാൻ അറിയില്ല, കട്ടി കൂടിയത്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വെടിക്കെട്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട്, കാണിച്ചിട്ടെ കണ്ടോട്ടാ. എയർ പോയാൽ പിന്നെ പോവുകയും. അപ്പൊ മാലപ്പടക്കത്തിന് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ 5 കിലോത്തിന്റെ ഒക്കെ അരി വാങ്ങത്തില്ല, അരി പഞ്ചസാര, അപ്പൊ അതിന്റെ കവർ. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ മാലപ്പടക്കത്തിനൊപ്പം ഗുണ്ടുണ്ട്, ഗുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഗുണ്ടും ഇത് മാലപ്പടക്കം. അപ്പൊ തുടങ്ങട്ടെ, 2 മിനിറ്റ്. നമ്മളിങ്ങനെ ടൈറ്റാക്കി പിടിക്കും. അപ്പൊ മാലപ്പടക്കത്തിന് തീ കൊടുക്കട്ടെ. അങ്ങനെ മാലപ്പടക്കം പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്കിത് കളയണ്ട. നമുക്ക് ഈ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ വെച്ച് തന്നെ ട്രെയിൻ പോകുന്ന ശബ്ദം നമുക്കിത് കേൾപ്പിക്കട്ടെ. പാളത്തിൽ കൂടി ഗുഹയിൽ കൂടിയൊക്കെ പോകണതാണ് കേട്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 കിലോത്തിൻ്റെയൊക്കെ 6 കിലോത്തിൻ്റെയൊക്കെ ഈ പഞ്ചസാര അരിയൊക്കെ വാങ്ങുന്ന കവർ വെച്ചിട്ട് നമ്മൾ ബുള്ളറ്റ് പോകുന്ന ശബ്ദമുണ്ട്. ബുള്ളറ്റ് പോകുന്ന ശബ്ദം നമുക്ക് പോയി നോക്കാം. അപ്പൊ ബുള്ളറ്റ് പോട്ടെ. അടുത്ത പേപ്പർ എടുക്കാം. ഇത് നമ്മൾ പുട്ടുപൊടിയുടെയൊക്കെ പാക്കറ്റാണ്. നമ്മളിത് പുട്ടുപൊടിയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ വേസ്റ്റാക്കി കളയുന്ന പേപ്പറാണ്. അപ്പോൾ ഇത് ആപ്പേ ഓട്ടോറിക്ഷ നമ്പർ റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരു ശബ്ദമുണ്ട്, പ്രത്യേക രീതിയിൽ. ആ ശബ്ദം നമുക്ക് നോക്കാം. അങ്ങനെ അടിച്ചടിച്ചങ്ങ് പോകും. പിന്നെ പുട്ടുപൊടിയുടെ വേറൊരു കനം കുറഞ്ഞ രീതിയിലുള്ള വേറൊരു ഫ്ലേവർ, വേറൊരു ടൈപ്പ് സംഭവമുണ്ട്. നമ്മുടെ ഈ തയ്യൽ മെഷീൻ, പണ്ട് കാലങ്ങളിൽ നമ്മൾ ചവിട്ടി കറക്കുന്ന തയ്യൽ മെഷീൻ്റെ ശബ്ദം നമുക്കിത് നോക്കാം. നമ്മൾ കാട്ടുതീ കത്തുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമായിരിക്കും. ഈ കാട്ടുതീ കത്തുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ ഗിഫ്റ്റ് പൊതിയുമ്പോൾ ഏറ്റവും കട്ടി കുറഞ്ഞ രീതിയിൽ കവറുണ്ട്. ആ കവറാണ് നമ്മൾ കാട്ടുതീയുടെ ശബ്ദം. പച്ച കാടുകൾ കത്തുമ്പോൾ
നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ കുറച്ച് കട്ടി കൂടിയ പുട്ടുപൊടിയുടെ കവറാണ്. നമ്മൾ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കാണാം മെഷീൻ കണ്ട് നമുക്കിത് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശബ്ദം നമുക്ക് നോക്കാം. അങ്ങനെ പോകും. ഇതൊരു വ്യത്യസ്തമായ വേറെ കവറാണ്. ഇത് ശബ്ദം കൂടിയ, സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിൽ 1 രൂപ 2 രൂപ ഒക്കെ വാങ്ങുന്ന പോലത്തെ കവറുകളാണ്. നമുക്കിത് ശബ്ദം കൂടിയ ടൈപ്പ് കാരണം നമുക്ക് മഴയുടെ ശബ്ദം നമുക്ക് ഭയങ്കര എഫക്റ്റ് ആയിരിക്കുന്നത്. മഴയുടെ ശബ്ദം നോക്കാം. പിന്നെ ഇതുകൂടി നമ്മളെ എന്താ പറയുക, വീടുകളിലൊക്കെ നമ്മൾ മാസ്കിൻ ടേപ്പ് എന്ന് പറയും. വീടുകളിൽ നമ്മൾ ഒട്ടിക്കുന്ന, ചിലവർ പേപ്പർ ടേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ എയറോപ്ലെയിൻ പൊങ്ങുന്നതും പിന്നെ അതുപോലെ ലാൻഡ് ചെയ്യുമ്പോഴും പിന്നെ ഇടക്ക് മിഡിലായിട്ട് പോകുമ്പോഴുള്ള ശബ്ദം നമുക്ക് എന്താ പറയുന്ന ഒരു ശബ്ദം നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നമ്മളെ വീടുകളിലൊക്കെ മുടി വരാനൊക്കെ ഉപയോഗിക്കുന്ന ചീപ്പാണ്. അപ്പം നമ്മൾ ഈ ചീപ്പിൻ്റെ ഈ വശം കുറച്ച് അകന്നതും ഇങ്ങോട്ട് ഇത്തിരി മൊത്തം നീക്കുന്ന ടൈപ്പുമാണ്. അപ്പം നമുക്ക് ഒരു റേസിംഗ് ബൈക്ക് ഇതിൽ പോകുന്ന ശബ്ദം നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം നമുക്ക് അകന്ന പല്ലിൽ നിന്നൊക്കെ നോക്കാം. വണ്ടിയാണ് പോകും. ഇതൊരു സാധാരണ ഒരു ഫോം ഷീറ്റാണ്. ഇത് നമ്മളിങ്ങനെ ആർട്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഈ എന്താ പറയുന്നത് കളറൊക്കെ പൊങ്ങത്തില്ലേ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ, അപ്പോൾ ആ കളറിൽ നമ്മൾ ഓരോ നിലകൾ പൊട്ടി കഴിയുമ്പോൾ വിരിയുന്ന ശബ്ദമുണ്ട്. നമുക്കതിൽ നോക്കാം. അങ്ങനെ ഇതൊന്ന് പൊട്ടി വിരിയുന്ന സംഭവം ഉണ്ടാവും.